ഞാൻ സ്ഥിരമായിട്ട് വണ്ടി എടുത്ത് പോകുന്നത് ഊബർ വിളിച്ചിട്ടാ പോണെന്ന് ഏരിയ. US നേവി ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന റൂട്ട് ഏതാ? നേവി ബേസ് ആണ്. അപ്പൊ ഏത് വീട്ടിൽ പോണത്? ഈ വീട്ടിൽ പോണത്. അതൊക്കെ റെക്കോർഡാണ്. അപ്പൊ നാളെ ഈ ബേസിനെ ആക്രമിച്ചിട്ട് മതിയായിട്ടില്ല, എഫക്ട് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ആക്രമിക്കണം, അയാൾ താമസിക്കുന്ന വീട് ആക്രമിക്കണം. തീർന്നില്ല. അപ്പൊ അത് അബദ്ധത്തിൽ പറ്റുന്നതല്ല, ഇതൊക്കെ കണക്കൂട്ടിട്ടാ. അതല്ലെങ്കിൽ എങ്ങനെ കൃത്യമായിട്ട് ഓരോരാളെയും നമ്മൾ പിടിക്കാൻ പറ്റുക? നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പൊ 2024 2010 മുതൽ അമേരിക്കയിൽ പ്രാബല്യത്തിലുള്ള സാധനം ഈ സാധനമൊക്കെ. നമ്മൾ 14 വർഷത്തിന് ശേഷമാണ് ഇത് കേൾക്കുന്നത്, സംസാരിക്കുന്നത്. നമ്മളിപ്പോ എത്രയോ ഡിഫറെന്റ് ഏജൻസ് കേൾക്കണു, ChatGPT കേൾക്കണു, കെമി കേൾക്കണു, പിന്നെ ജെമിനി കേൾക്കണു, പൈലറ്റ് കേൾക്കണു, ഡീപ് സീക്ക് കേൾക്കണു. ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ലല്ലോ. ഞാൻ ഗവൺമെന്റ് സിസ്റ്റത്തിൽ പോയിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്താൽ ആ ഇൻഫർമേഷൻ എങ്ങനെയാണ് അടുത്ത ബാങ്കിലൊക്കെ കിട്ടുന്നത്? അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നടക്കുന്ന എല്ലാ ഡിസ്കഷൻസും. നാളെ നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയും. This video is powered by VSAT Group of Institutions, Engineering, Arts and Science College, ഇലഞ്ഞി, എറണാകുളം. ഡോക്ടർ TPS, എന്താണ് ഈ ChatGPTയും US-ഉം ആയിട്ടുള്ള ഈ യുദ്ധത്തോടനുബന്ധിച്ചുള്ള പ്രശ്നം? അമേരിക്കയുടെ യുദ്ധം നടത്തുന്നത് അമേരിക്കൻ ഗവൺമെന്റ് അല്ല, ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ. അതാണ് പെന്റഗൺ. ഓക്കെ. ലോകത്തൊരു പക്ഷേ അമേരിക്കയ്ക്ക് മാത്രമേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. നമുക്ക് ഡിഫൻസ് ഉണ്ട്. കാരണം നമ്മളെ ഡിഫെൻഡ് ചെയ്യുക, നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഡിഫൻസ്. പെട്ടെന്ന് യുദ്ധത്തിനായിട്ട്, അതായത് ഒഫൻസിന് വേണ്ടി ബാക്കിയുള്ളവരുടെ രാജ്യങ്ങളിൽ ഇടപെട്ടിട്ട് ശല്യം ഉണ്ടാക്കാൻ പറ്റുന്ന കമ്പനി ഏതാന്ന് ചോദിച്ചാൽ അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ ആണ്. ആ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറിന്റെ പേരാണ് പെന്റഗൺ. അപ്പൊ ഇപ്പൊ കാണാം ന്യൂസിൽ പെന്റഗൺ $15 മില്യൺ ചോദിച്ചു. അപ്പൊ US ഗവൺമെന്റ് ആ ബഡ്ജറ്റ് അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ പെന്റഗൺ വാറിൽ ഉപയോഗിക്കുന്ന ഓരോ മിസൈലുകളും, ഇപ്പൊ സ്കഡ് മിസൈൽ എന്ന് പറയുന്ന മിസൈലിന് മറ്റൊന്നിനെ പിന്നാലെ പോയിട്ട് ഇടിക്കണമെങ്കിൽ, അതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണമെങ്കിൽ, ഫാസ്റ്ററായിട്ട് ഡെലിവറി ചെയ്യണമെങ്കിൽ, സ്ഥലം കണ്ടുപിടിക്കണമെങ്കിൽ ഇന്ന ബോംബറാണ്, അത് ബോംബറാണ്, സാധാരണ എയർക്രാഫ്റ്റ് അല്ല എന്നൊക്കെ കണ്ടുപിടിച്ച് ചെയ്യണമെങ്കിൽ അത് കുറേ ഇമേജ് പ്രോസസ്സിങ്ങും ഡിറ്റക്ഷനും ഒക്കെ ആവശ്യമാണ്. ഒരാളെ കണ്ടുപിടിക്കണമെങ്കിൽ മുഖം ഡിറ്റക്ട് ചെയ്യണം, ഫേസ് ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ വേണം. അത് ഈ പുറകെ പോകുന്ന സമയത്തൊക്കെ ഇത് മനസ്സിലാക്കുകയും ചെയ്യണം. ഇതിന് ഏറ്റവും ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇന്നുള്ളത്. മിഷൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇന്നത്തെ എല്ലാ ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ChatGPT ഉപയോഗിക്കുന്നുണ്ട്. അതായത് പെന്റഗൺ അതിന് സഹായം തരുന്നത് ChatGPTയുടേതാണ്. ChatGPT ഒരു AI ഏജന്റാണ്. അങ്ങനെ പല ഏജന്റുകളുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഇപ്പം നമ്മളൊക്കെ ഫ്രിഡ്ജിന്റെ പേര് പിന്നെ കെൽവിൻ ആണെങ്കിൽ കെൽവിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോക്കിന്റെ പേര് ഗോദ്രേജ് എന്ന് പറയുന്ന പോലെ AI-യുടെ ഒരു സൂപ്പർ പേരായിട്ട് മാറിയിട്ടുണ്ട് ChatGPT. ഒരു കമ്പനി ഉപയോഗിക്കുന്ന ഒരു ഏജന്റ്, ഒരു ആപ്പ് മാത്രമാണ്. അങ്ങനെ കുറേ ആപ്പുകളുണ്ട്. ജെമിനി ഉണ്ട്. ജെമിനിയാണ് എനിക്ക് ChatGPT-യേക്കാൾ ഇഷ്ടം. കാരണം ലൈസൻസ് ഇല്ലാണ്ടും എത്ര ഇമേജ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് എനിക്ക് ഡീപ്പ് ലേണിംഗ് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ChatGPT-യേക്കാളും നല്ല വേറെ ഉണ്ട്. അപ്പം ഞാൻ അടുത്ത കാലത്ത് ചെയ്തൊരു തമാശ, ChatGPT-യോട് ചോദിച്ചു ഏറ്റവും നല്ല AI-യുടെ ആപ്പ് ഏതാണ്. ഓക്കെ. അപ്പം ChatGPT പറഞ്ഞു ChatGPT ആണ്. ഞാൻ ജെമിനിയോട് ചോദിച്ചു ഏതാണ് ഏറ്റവും നല്ല ആപ്പ് എന്ന്. അതാണ് നമ്മൾ അവരുടെ ജെന്യൂനെസ് കാണുന്നത്. അപ്പൊ ജെമിനി പറഞ്ഞത് കോമൺ ആവശ്യങ്ങൾക്ക് ChatGPT ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ്, കാരണം ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന മലയാളവും സംസ്കൃതമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജെമിനിയാണ് കുറച്ച് ബെറ്റർ. നമ്മളെ കൂടുതൽ മനസ്സിലാക്കിയിട്ട് മറുപടി പറയും. നമ്മളെ മനസ്സിലാക്കിയിട്ട് മറുപടി പറയുന്ന ആളാണ് ജെമിനി. ബ്രാൻഡ് പ്രൊമോഷൻ പോലും അതിനകത്ത് അവർ ഉപയോഗിക്കത്തില്ല. അടുത്ത സംഭവം എന്താ വെച്ചാൽ, ഇങ്ങനെ ChatGPT പെന്റഗണുമായിട്ടുള്ള ഒരു പ്രശ്നം വന്ന സമയത്ത് ഉടനെ തന്നെ വേറൊരു ബെസ്റ്റ് കമ്പനി വന്നു, ക്ലൗഡ്. CLAUD, ക്ലാഡ് എന്ന് വായിക്കാം. അപ്പൊ ക്ലാഡാണ് ഇപ്പൊ പെന്റഗണുമായിട്ട് ഒരു ഡിസ്റ്റൻസ് നിന്നിട്ട് പറഞ്ഞു ക്ലാഡിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. ബാക്കി ഒട്ടുമിക്ക കമ്പനികളും പെന്റഗൺ ഉപയോഗിച്ചോട്ടെ എന്ന് വെച്ച് പെന്റഗണുമായിട്ട് കരാർ. അത് അങ്ങനെ പറ്റില്ല, ഞങ്ങൾ പെന്റഗണുമായിട്ട് കരാർ ഒപ്പിടില്ല എന്ന് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തത് ക്ലാഡാണ്. അങ്ങനെ ക്ലാഡ് ചെയ്തത് കൊണ്ട് അമേരിക്കയിലുള്ള എത്തിക്കൽ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ പറഞ്ഞു ഞങ്ങളൊക്കെ ഇനി മുതൽ ChatGPT ബാൻ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ അത് വിത്ത്ഡ്രോ ചെയ്തിട്ട് ഒരു 3 ദിവസം കൊണ്ട് ഫെബ്രുവരിയിൽ 40% ബിസിനസ് കുറഞ്ഞവർക്ക്.
ഈ ഗ്ലാഡിന് ChatGPT ChatGPT-ക്ക്. ക്ലാഡിന് ബിസിനസ് കൂടി. ആ. അതിപ്പോ 700% കൂടിയിട്ടുണ്ടെന്ന്. എനിക്കത് ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി വേണം തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ChatGPT-യായിട്ട് എന്തായിരുന്നു വിഷയം? അതായത് ChatGPT പെന്റഗണുമായിട്ട് എഗ്രിമെന്റിൽ ഒപ്പിട്ടു, നമ്മൾ സഹായിക്കാം. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി ഒന്നുകൂടെ പറഞ്ഞിട്ട്, അതായത് സതീശ്, പെന്റഗണിന് ഈ മിസൈൽ വിക്ഷേപത്തിലും പെന്റഗണിന്റെ വാർ ഫ്ലൈറ്റ്സും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ഇൻ്റർനെറ്റിൻ്റെയും AI-യുടെയും സഹായം വേണ്ടി വരും. അതിന് ഇൻ്റർനെറ്റിൻ്റെയും AI-യുടെയും സഹായം പെന്റഗൺ ChatGPT പോലെയുള്ള, ChatGPT മാത്രമല്ല ChatGPT പോലെയുള്ള കമ്പനികളുടെ സഹായം വാങ്ങി. അപ്പോൾ സ്വാഭാവികമായും ChatGPT, അമേരിക്കയിലുള്ള ഒരു എത്തിക്കൽ ഗ്രൂപ്പ് ഉണ്ട്. എത്തിക്കൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന് സഹായം കൊടുക്കുന്ന കമ്പനിയിൽ നിന്നൊക്കെ ഞങ്ങൾ മാറി യുദ്ധത്തിന് സഹായം കൊടുക്കാത്ത കമ്പനിയെ ഇനി ഞങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ അവിടെ ഒരു വലിയ ശതമാനം ആൾക്കാർ ക്ലാഡിലേക്ക് മാറി. ChatGPT പോലെയുള്ള, ChatGPT മാത്രമല്ല ChatGPT പോലെയുള്ള ഇത്തരത്തിലുള്ള AI കമ്പനികളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അവർ ക്ലാഡ് പോലുള്ള കമ്പനിയിലേക്ക് പോയി. ആ ക്ലാഡ് പോലുള്ള കമ്പനിയുടെ വളർച്ച ആദ്യം 40%, ഇപ്പോൾ അത് 700% മാറി എന്നുള്ളത്. മൈക്രോസോഫ്റ്റിലെ കോപ്പൈലറ്റ് ആണ്, ഗൂഗിൾ ആണ് ജെമിനി. അതുപോലെ ചൈനയിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് കിമി എന്ന് പറയുന്നത്, KIMI. അപ്പൊ അങ്ങനെ ചൈനയിലൊക്കെ കൃത്യമായിട്ട് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഓൾറെഡി യുദ്ധസഹായം ചെയ്യാതിരിക്കുകയാണ് ഞങ്ങളുടെ വളർച്ചയ്ക്ക്, ഞങ്ങളുടെ ഏറ്റവും അല്ലേ? അതവർക്ക് മനസ്സിലായി. കാരണം ഇത് അതുകൊണ്ടാണ് അവരതിനെ, അല്ലേ, ഈ സബ്സ്ക്രിപ്ഷനേക്കാൾ കൂടുതൽ പൈസ ചിലപ്പോൾ പെന്റഗൺ കൊടുക്കുന്നുണ്ടാവുമല്ലോ. അല്ല, അതെന്ത് കൊടുത്താലും ഒരു ലോങ് റണ്ണില് എത്ര കൊടുത്തു കഴിഞ്ഞാലും ലോങ് റൺ, യുദ്ധം താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ ഈ AI ഉപയോഗം എന്ന് പറയുന്നത് കുറേ കാലത്തേക്ക് പോകുന്ന ഒരു സംഭവമല്ല. അല്ല, ഇവിടെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം അമേരിക്ക പോലൊരു കമ്പനിയിൽ, അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങൾ, അവർക്ക് ഇപ്പം അവരുടെ യുദ്ധം എന്ന് പറയുന്നത് ദേശ സ്നേഹവുമായി അല്ലെങ്കിൽ സോഷ്യൽ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സർവീസ് കൊടുക്കണമെന്ന് ഗവൺമെൻറ് ഒരു നിർദ്ദേശം കൊടുത്താൽ നിർബന്ധമായി കൊടുത്തല്ല പറ്റത്തുള്ളൂ. നമ്മുടെ അമേരിക്കയിൽ 2 തരത്തിലുണ്ട്. പ്രസിഡന്റിന് വളരെ പവർഫുൾ ആയിട്ടുള്ള, പക്ഷേ അവിടെ ജനങ്ങൾക്ക് നല്ല ഫ്രീഡം ഉണ്ട്. അവിടുത്തെ ജഡ്ജിനും വളരെ പവർഫുൾ ആയിട്ടുള്ള ജഡ്ജുകളുണ്ട്. അതുപോലെ ഈ റൂൾ എന്ന് പറയുന്ന 5 വർഷം കഴിഞ്ഞ് ഇലക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ മിഡ് ടേം ഇലക്ഷൻ വരുന്ന സമയത്ത് അയാളെ പുറത്താക്കാനും ഇംപീച്ച് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതാണ് അമേരിക്കയുടെ പ്രത്യേകത. നേരെ മറിച്ച് ഒരു ഇറാൻ കമ്പനിക്ക് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ല. അത് മാത്രം ഇസ്രായേലി കമ്പനിക്ക് എടുക്കാൻ പറ്റും, അത് ചൈനയിൽ തീരെ പറ്റില്ല. ചൈനയിൽ നമ്മൾ പറഞ്ഞതുപോലെ 99.7% പ്രസിഡന്റ് ഒപ്പിട്ട് കൊറിയയില് 99.03%. കൊറിയ അതുപോലെയാണ്, ചൈന അതുപോലെയാണ്. പക്ഷെ അമേരിക്ക അതുപോലെയല്ല. അമേരിക്കയിൽ എപ്പോൾ വേണമെങ്കിലും പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരവും പ്രസിന്റെ ഫ്രീഡവും ഒക്കെ നല്ലപോലുള്ള സ്ഥലമാണ്. എന്നാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ ഉള്ള ഒരേ ഒരു രാജ്യം അമേരിക്ക, ഒരേ ഒരു രാജ്യമാണെന്ന് തോന്നുന്നില്ല. ഏതൊക്കെ രീതിയിലാണ് ഈ ChatGPT പെന്റഗണെ അല്ലെങ്കിൽ സഹായിക്കുന്നത്? ഏതൊക്കെ രീതിയിലാണ് പെന്റഗൺ ഈ AI ടൂളുകളെ ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ ChatGPT എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ChatGPT ആണെന്ന് ധരിക്കരുത് കേട്ടോ. കാരണം ലൈസൻസ്ഡ് വേർഷന് ചെയ്യാൻ പറ്റുന്ന പവർ എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറിയാണ്. നമ്മൾ ഫ്രീ വേർഷൻ എന്ന് പറയുന്നതിൽ നിന്ന് അടുത്ത വേർഷനിലേക്ക് പോകുമ്പോൾ, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വേർഷനിലേക്ക് പോകുമ്പോഴൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ തന്ത്രങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ വെബ്സൈറ്റിൽ കയറിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഇല്ല, ഞാൻ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ വെബ്സൈറ്റിൽ പോകും. കാരണം ആരെവിടുന്ന് ചോദിക്കുന്നത് കൃത്യമായിട്ട് അറിയും. അപ്പോൾ അടുത്ത വേർഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ളവരുടെ പേഴ്സണൽ വെബ്സൈറ്റിൽ പോവാം. പക്ഷേ കൺട്രോൾഡ് ആയിട്ടുള്ള ഫയർവാളുകളുള്ള, ഫയർവാൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഫയർവാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ള ഡീറ്റെയിൽസ് ഇൻ്റർനെറ്റും ഒക്കെ ഞാൻ വേറെ പുറത്ത് കാണിക്കാത്ത. ഇപ്പോൾ എല്ലാ ഗവൺമെൻറ് ഓഫീസുകൾക്കും ഫയർവാൾ ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഗവൺമെൻറ് ഓഫീസിലുള്ള സംഭവങ്ങളും പുറത്താർക്കും കിട്ടില്ല. അതും കയറി ചെയ്യാൻ പറ്റുന്ന അടുത്ത ലൈസൻസ്ഡ് വേർഷൻ, അതാണ് ഈ കോൺട്രാക്ട്. അല്ലെങ്കിൽ പിന്നെ കോൺട്രാക്ട് ഇല്ലാണ്ട് ആർക്കും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അത്തരം കോൺട്രാക്റ്റുകളൊക്കെ കൊടുക്കുന്ന ഒരു ഡീലാണ് പെന്റഗണുമായിട്ട്. ഓരോ കമ്പനിക്കാരോടും ചോദിച്ചിട്ടുണ്ട്, ChatGPT മാത്രമല്ല. അവിടെ ഞാൻ പറഞ്ഞ ക്ലാഡ് മാത്രമേ ഒപ്പോസ് ചെയ്തിട്ടുള്ളൂ. തരില്ല എന്ന്, അത് ധൈര്യം വേണം, തരില്ല എന്ന് പറയാൻ. ആ ധൈര്യത്തിൽ പറഞ്ഞത് കൊണ്ടാണ് അവിടെ കേസുകൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ സാധാരണക്കാരൻ്റെ രീതി നമ്മളിപ്പോൾ ഒരാളുടെ കോൺടാക്റ്റ് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരാൻ നിർവാഹമില്ല എന്നാണല്ലോ സാധാരണ ChatGPT പറയുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് വിവരങ്ങൾ എടുക്കാൻ പറ്റുന്നതാണോ TPS? ChatGPTക്ക് ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ മിഷന്റെ എല്ലാ ഡീറ്റെയിൽസും, ഇപ്പം എൻ്റെ ഫോണിലേക്ക് വന്ന കോളുകൾ ഇപ്പം വേറൊരാൾ ചോദിച്ചാൽ
പിന്നെ എൻ്റെ സർവീസ് പ്രൊവൈഡർ കൊടുക്കുമോ? ഇല്ല. അതേസമയത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചാലോ? കൊടുക്കും. അത്രയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടില്ലെങ്കിലും ഓഫീസിൽ ആവശ്യമുള്ളവർക്ക്, ആ പവറുള്ളവർക്ക് അത് കിട്ടും. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഒരു പെർമിഷൻ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും. എല്ലാ സർവീസ് പ്രൊവൈഡറും നിർബന്ധമായിട്ട് കൊടുക്കേണ്ട കാര്യമാണ്. ഇനി എല്ലാ സർവീസ് പ്രൊവൈഡറും കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാനൊരു കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്, ഞാൻ വൈസ് ചാൻസലർ ഓഫ് എ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പം എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ 7000 സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ കംപ്ലീറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസും ആധാർ കാർഡും എൻ്റെ കയ്യിലില്ലേ? ഉണ്ട്. അത് എൻ്റെ ഡാറ്റാബേസിലില്ലേ? ഞാനത് കൊടുക്കുമോ ആരെങ്കിലും ചോദിച്ചാൽ? കൊടുക്കില്ല. അതൊരു അണ്ടർടേക്കിംഗ് ആണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ലീഗൽ ആക്ഷൻ വരും എൻ്റെ പേരിൽ. പക്ഷേ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചോദിച്ചാലോ? കൊടുത്തേ പറ്റും. പോലീസ് ചോദിച്ചാലോ? തരാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ഡേറ്റ കൊടുക്കില്ല എന്ന് പറയാൻ ഒരു കമ്പനി കാണിച്ച ധൈര്യം അമേരിക്കയിൽ അത് പോസിബിളാണ്. കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ രണ്ടാമത് ഓരോ സ്റ്റേറ്റും ഇൻഡിപെൻഡൻ്റ് ആണ്. അമേരിക്ക എന്ന് പറയുന്നത് 50 സ്റ്റേറ്റുകളാണല്ലോ. അതിൽ ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായ ഇൻഡിപെൻഡൻസി ഉണ്ട്. നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിൽ ഇപ്പം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഓരോ സ്റ്റേറ്റാണ് തീരുമാനിക്കുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കനോട്ട് ഇമ്പോസ്, ഇത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷനും ഒക്കെ ഡിഫറൻ്റ് ആണ്. ജഡ്ജുകൾ ഡിഫറൻ്റ് ആണ്, തീരുമാനങ്ങൾ ഡിഫറൻ്റ് ആണ്. ഓരോ സ്റ്റേറ്റിലും ആർക്കൊക്കെ വോട്ട് ചെയ്യുക എന്നുള്ളതടക്കം ആ സ്റ്റേറ്റിൻ്റെ തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് മാറും. ഈ ChatGPT പെയ്ഡ് വെർഷനുകൾ ഇന്ത്യയിൽ നമുക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. 2-3 ലെയർ എല്ലാം. അതിന് എത്ര കോസ്റ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്? ഒരു 300 രൂപ പെർ മന്ത് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ വെർഷൻ ChatGPT പെയ്ഡ് വെർഷനാണ്. അതിൽ എനിക്ക് ആകെയുള്ള ഗുണം എന്താ വെച്ചാൽ, ഞാൻ വീഡിയോ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമേജ് കൊടുത്തിട്ട് തരത്തിൽ വേറൊരു ഇമേജ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് അത് വളരെ ഈസി ആയിട്ട് റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് ചെയ്യും. അതേ സമയത്ത് ഒരു ഇമേജ് മാത്രം ഉണ്ടാക്കി തരുന്നതായിരിക്കും ഫ്രീ വെർഷൻ. ഒരു ദിവസം ഒരു ഇമേജ്. പിന്നെ 24 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്താലേ എനിക്ക് അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇപ്പോൾ എൻ്റെ ഇതുവരെയുള്ള ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എണ്ണം കൂടുതൽ കിട്ടുന്ന ഒരു ക്രിയേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സെർച്ച് കിട്ടും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അല്ല, നമുക്ക് പെയ്ഡ് വെർഷനിൽ സാധാരണ സിവിലിയൻസിന് അത്രമാത്രമേ കൊടുക്കുകയുള്ളൂ. അതേ സമയത്ത് നമ്മുടെ ക്ലാഡ് എന്ന് പറയുന്നതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ 2 ചോദ്യം ചോദിച്ചു, 3ാമത്തെ ചോദ്യം ചോദിച്ചിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ യു പേ ദ ഫീസ് എന്ന് പറയും. ശരി. കാരണം ക്ലാഡ് കംപ്ലീറ്റ്ലി പെയ്ഡ് ആണ്. എന്നിട്ടും അവർക്ക് ഒരു 700% സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ഇതൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ 2024 2010 മുതൽ അമേരിക്കയിൽ പ്രാബല്യത്തിലുള്ള സാധനം ഈ സാധനമൊക്കെ. നമ്മൾ 14 വർഷത്തിന് ശേഷമാണ് ഇത് കേൾക്കുന്നത്, സംസാരിക്കുന്നത്. 2020 ആകുമ്പോഴത്തേക്കും കോൺട്രാക്ട് സിഗ്നേച്ചറായി. ഞാനിപ്പോൾ ഈ യുദ്ധത്തിന്റെ തലേദിവസം പെന്റഗൺ പോയിട്ട് ഓരോ കമ്പനിയോടും ചോദിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. 2020 ഈ ഇതിനൊന്നും ട്രംപുമായിട്ടൊരു ബാധകമൊന്നുമില്ല. കാരണം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റാണ്, US ഗവൺമെന്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ബാക്കി ChatGPT ആയിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ അത്തരത്തിലുള്ള കോൺട്രാക്ച്വൽ സിഗ്നേച്ചേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട് കൂടെ കാലം. അപ്പോൾ ഇത്തരം റിസർച്ചുകളൊക്കെ നമ്മളിപ്പോൾ എത്രയോ ഡിഫറെൻറ്റ് ChatGPTകൾ കേൾക്കണു എന്ന് വെച്ചാൽ AI കേൾക്കണു, AI ഏജൻസ് കേൾക്കണു, ChatGPT കേൾക്കണു, കെമി കേൾക്കണു, പിന്നെ ജെമിനി കേൾക്കണു, പൈലറ്റ് കേൾക്കണു, ഡീപ് സീക്ക് കേൾക്കണു. ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ലല്ലോ. ഇവര് ഓരോരാളും ഇതിനെ റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരാൾ റിലീസ് ചെയ്തപ്പോൾ ബാക്കിയുള്ളവരും ചടപട ചെയ്തുകൊണ്ട് റിലീസ് ചെയ്തു. അത്രേ ഉള്ളൂ വ്യത്യാസം. ChatGPT പോലെയുള്ള അല്ലെങ്കിൽ AI പോലെയുള്ള ഏജൻസ് ഒക്കെ വന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ എല്ലാ ജനങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതെ 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 എല്ലാ ജനങ്ങളും ഉപയോഗിക്കാതെ. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാത്തവരാരായിരിക്കും എന്ന് വെച്ചാൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ ഫാസ്റ്റായിട്ട് ജനങ്ങളിൽ എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് വളരെ ലിബറലായിട്ട് എല്ലാവർക്കും കൊടുത്തു എന്ന് വരില്ല. ഓരോ റെസ്ട്രിക്ഷൻസ് അനുസരിച്ച്, അവരുടെ പവർ അനുസരിച്ച്, അവരുടെ പേയ്മെൻ്റ് അനുസരിച്ചിട്ട് അവർ കൊടുക്കും. അപ്പം നമ്മൾ എൻ്റെ നെറ്റ്വർക്ക് കവറേജിൽ ഞാൻ എടുത്തിരിക്കുന്ന സബ്സ്ക്രൈബർ ഏതാണോ അല്ലെങ്കിൽ ഏത് പ്രൊവൈഡറാണോ അയാൾ എല്ലാ ഇൻഫർമേഷനും കൊടുക്കില്ല എന്ന് നമ്മൾ പറഞ്ഞാലും കാശ് കൊടുത്താൽ കൊടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ ഈ അഡ്മിഷൻസിനും അവിടെ ഇവിടെയൊക്കെ എക്സാമിനേഷനും നമ്മൾ ആൾക്കാരെ രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളെ ബാങ്കുകൾ ചിലപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങളൊരു LLP രജിസ്റ്റർ ചെയ്ത് നോക്ക്. ഒരു LLP രജിസ്റ്റർ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ അഡ്രസ്സ് വെച്ചിട്ട് ഇവിടെയുള്ള എല്ലാ ബാങ്കും നിങ്ങളെ നാളെ മുതൽ വിളിക്കും. എങ്ങനെ അവർക്ക് കിട്ടണേ? അത് ശരിക്കും കൊടുക്കാൻ പാടില്ല. ഞാൻ ഗവൺമെൻറ് സിസ്റ്റത്തിൽ പോയിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്താൽ ആ ഇൻഫർമേഷൻ എങ്ങനെയാണ് അടുത്ത ബാങ്കിലൊക്കെ കിട്ടുന്നത്? ആ ഇൻഫർമേഷൻ എല്ലാ ബാങ്കുകാരും ഓരോ സമയത്തും ആക്സസ് ചെയ്യുന്നുണ്ട്, എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുന്ന് ഏതൊരാളാണോ
ഏതെങ്കിലും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ അപ്ലിക്കേഷൻ കൊടുത്തത്, ഒരു ഇന്നൊവേഷൻ തുടങ്ങണം അല്ലേ, നിങ്ങൾ അതിനൊരു ഒരു ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഒരു പ്രോഗ്രാം, നിങ്ങൾ 4 ക്വസ്റ്റ്യൻ ചോദിച്ചാട്ടെ. അല്ലെങ്കിൽ വെറുതെ ഇരുന്നിട്ട് നമ്മുടെ ഫോൺ ഓഫ് ചെയ്തിട്ട് ഏറ്റവും നല്ല ഫാബ്രിക് എറണാകുളത്ത് എവിടെയാണ് കിട്ടുക, കോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ടൈലറിന്റെ സ്ഥലം അറിയോ എന്ന് ഞാൻ എങ്ങോട്ട് ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം ഞാൻ ഫോൺ തുറക്കുന്ന സമയത്ത് ആ ഇൻഫർമേഷൻസ് എൻ്റെ ഗൂഗിളിൽ വരും. കാരണം ഓട്ടോമാറ്റിക്കലി സൈലന്റ് മോഡിൽ ഇട്ടിട്ടുള്ള ഒരു ഫോൺ, സിം അതിനകത്തുണ്ടോ, നിങ്ങൾ ഫോൺ ഓഫ് ചെയ്താൽ പോലും, സിം ഇട്ടിട്ടുണ്ട് ഫോൺ ഓഫ് ചെയ്താൽ പോലും കേട്ടോണ്ടിരിക്കുകയാണ്, അത് കേട്ടോണ്ടിരിക്കുന്നു. അത് വെച്ചിട്ട് നമുക്ക് ഇൻഫർമേഷൻ വരും. നിങ്ങളുടെ ഓരോ അഡ്വർടൈസ്മെന്റ് വരുന്നതും അങ്ങനെയാണ്. അപ്പോൾ എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സിറി പോലെയോ അല്ലെങ്കിൽ ഗൂഗിൾ പോലെയൊക്കെ അതൊക്കെ AI ആപ്പായിരുന്നല്ലോ. അതെ അതെ അതെ. അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നടക്കുന്ന എല്ലാ ഡിസ്കഷൻസും. നാളെ നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയുമോ. ഇപ്പം ഞാൻ അടുത്ത കാലത്ത് MBA ഒരു ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി, ഒരു പ്രോഗ്രാമിനാണ്. നിങ്ങളുടെ ഇൻഫർമേഷൻസ് എത്രയാണോ അതിൽ നിന്നാണ് നിങ്ങൾക്ക് അടുത്ത ഇൻഫർമേഷൻ കിട്ടുക. അത് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്താ വെച്ചാൽ, എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള AI, അത് കോപ്പൈലറ്റ് ആവാം, ജെമിനി ആവാം, ChatGPT ആവാം, എന്ത് വേണമെങ്കിലും തുറന്നു വെച്ചിട്ട്, അന്ന് ക്ലാഡ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ക്ലാഡ് വേണം, ക്ലാഡും തുറക്കാം. എന്നിട്ട് ഹൂ ഈസ് ഡോക്ടർ TPS എന്ന് ടൈപ്പ് ചെയ്യാം. ഓരോരാളും ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ വിൽ ബി ഡിഫറെൻറ്റ്. കാരണം നിങ്ങൾ എന്താണോ ഇത്രയും കാലം ഡിസ്കസ് ചെയ്തത്, അത് ഞാൻ ചോദിച്ചത് എപ്പോഴാണ്, ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലാണ്. അപ്പോൾ ഓരോരാളോടും വായിക്കാൻ പറഞ്ഞ സമയത്ത് ഒരാൾ ഉടനെ തന്നെ വായിച്ചു ഡോക്ടർ TPS എക്സ്പേർട്ട് ഓൺ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് പ്രോഗ്രാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നലെ രാത്രി മുതൽ ഇന്ന് വരുന്ന ക്ലാസ്സിനെ കുറിച്ച് സെർച്ച് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു. ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നു. നിങ്ങൾ ChatGPT സെർച്ച് ചെയ്യണ്ട, ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ChatGPT നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇന്നലെ എന്താണോ ചോദിച്ചത് അതും ഡോക്ടർ TPS ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് തപ്പി കണ്ടുപിടിച്ച് പറഞ്ഞു, കണക്ട് ചെയ്ത് സ്റ്റോറേജ് ചിലപ്പോൾ ഫോണിലായിരിക്കും. നിങ്ങൾ ഇപ്പൊ നോക്കിക്കോളൂ. ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക ABC മലയാളം ആണ് നിങ്ങളുടെ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി. ഓക്കെ, ഹൂ ഈസ് ഡോക്ടർ TPS എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിൽ വരിക ഡോക്ടർ TPS യൂസ് ടു കം ടു ABC ഫോർ ചാറ്റ് ഡിസ്കഷൻസ് എന്നായിരിക്കും വരിക. അത് കോമൺ സെൻസ് ആണ് അല്ലേ? അതല്ലേ കോമൺ സെൻസ്. കാരണം ഇവിടെയുള്ള ആരോടും ആരാണ് ഡോക്ടർ TPS എന്ന് ചോദിച്ചാൽ എന്താ പറയാ, ഇവിടെ ഇടയ്ക്ക് വരുന്ന ഒരാളാണെന്ന് പറയാം, ആദ്യമല്ലേ പറയാം. അതാണ് ChatGPT. അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സതീശ, ഇത് ഇന്നത്തെ ഈ മോറൽ ഓഫ് ദ സ്റ്റോറി എന്താണെന്ന് മനസ്സിലായില്ലേ? അതെ, ഫോൺ ആവശ്യമില്ലാതെ ഓഡിയോ ഫോണിൽ റെക്കോർഡ് ചെയ്യരുത്. റെക്കോർഡ് ചെയ്യണ്ട, അല്ല റെക്കോർഡ് അങ്ങനെ ചെയ്യണ്ട, അല്ലാതെ തന്നെ കിട്ടും. എങ്കിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യരുത്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ സെർച്ച് ചെയ്യരുത്. 3 ആവശ്യമില്ലാത്ത സാധനങ്ങൾ സ്റ്റോർ ചെയ്യരുത്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഷൂട്ട് ചെയ്യരുത്. ഇന്നത്തെ ഏറ്റവും നല്ല പഠനം അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. എങ്ങനെ ചോദ്യം ചോദിക്കണം എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്കാണ് അതിന് കൃത്യമായ ഉത്തരം കിട്ടുക. അതെ 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 അതെ. എന്താ അതിന് വല്ല കുറുക്കുവഴിയുണ്ടോ? അതാണ് AI ഏജന്റ്. യെസ്, അത് ഈ വാറിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഞാൻ ചോദിക്കുന്ന കുറേ ചോദ്യം, അത് കുറേ കാലമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. ഏതൊക്കെ വെച്ചിട്ട്, ഏതൊക്കെ AI ഏജൻസ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിന് ആവശ്യമായ AI ഏജൻസ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്, ഞാൻ സാധാരണ കുട്ടികളോടൊക്കെ പറയുന്നത്, നിങ്ങളൊക്കെ AI ഏജൻസ് ഡെവലപ്പ് ചെയ്യാൻ പഠിക്കണം. ഞാനിപ്പോൾ എൻ്റെ AI ഏജന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാരണം കൊണ്ടായിരിക്കാം ഈ സിവിലിയൻ സ്ഥലങ്ങളിലൊക്കെ ബോംബിടുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനം അല്ലേ? ഇപ്പം ഞാനിപ്പോൾ ഒരു ഫോൺ, ഞാൻ സ്ഥിരമായിട്ട് വണ്ടി എടുത്ത് പോകുന്നത് ഊബർ വിളിച്ചിട്ടാണ് പോകണമെന്ന് ഏരിയ, അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ മാപ്പ് വെച്ചിട്ട് ഞാൻ പോകുന്നത് പിന്നെ US നേവി ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന റൂട്ട് ഏതാ? നേവി ബേസ് ആണ്. അപ്പൊ ഏത് വീട്ടിൽ പോണത്? ഈ വീട്ടിൽ പോണത്. അതൊക്കെ റെക്കോർഡാണ്. യെസ്. അപ്പൊ നാളെ ഈ ബേസിനെ ആക്രമിച്ചിട്ട് മതിയായിട്ടില്ല, എഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ആക്രമിക്കണം, അയാൾ താമസിക്കുന്ന വീട് ആക്രമിക്കണം. തീർന്നില്ല. അപ്പൊ അത് അബദ്ധത്തിൽ പറ്റുന്നതല്ല, ഇതൊക്കെ കണക്കൂട്ടിട്ടാ. അതല്ലെങ്കിൽ എങ്ങനെ കൃത്യമായിട്ട് ഓരോരാളെയും നമ്മൾ പിടിക്കാൻ പറ്റുക? അപ്പൊ നമ്മുടെ ഓരോ ഇൻഫർമേഷൻസും ഓരോ മൂവ്മെന്റ്സും, ഞാനിപ്പോൾ ഒരു ഊബർ വിളിച്ചിട്ട് പോകുമ്പോഴും ഒല വിളിച്ച് പോകുന്ന സമയത്തും ഞാൻ എവിടെയൊക്കെ യാത്ര ചെയ്തു, ഏതൊക്കെ ഹോട്ടലിൽ താമസിച്ചു, ഏത് എയർക്രാഫ്റ്റിലാണ് പോകുന്നത് ഒക്കെ കൃത്യമായിട്ട് പറയല്ലോ. ഞാനൊരു ടിക്കറ്റ് എടുത്താൽ, അല്ലെങ്കിൽ ഞാൻ ഇൻഡിഗോയിൽ ഒരു ടിക്കറ്റ് സെർച്ച് ചെയ്താൽ മതി, ഒട്ടനെ എനിക്ക് ഇമെയിൽ വരും. ഹോട്ടൽ ബുക്കിംഗ് മാത്രമല്ല, ഞാനത് ബുക്ക് ചെയ്തിട്ടില്ല, സെർച്ച് ചെയ്തിട്ടേ ഉള്ളൂ, ഉടനെ എനിക്ക് ഇൻഫർമേഷൻ വരും. ദ പ്രൈസ് ഫ്രം കൊച്ചിൻ ടു ഹൈദരാബാദ് ഈസ് ഇൻക്രീസിങ്. എന്നെ പ്രോംപ്റ്റ് ചെയ്യാണ് ഇപ്പം തന്നെ ബുക്ക് ചെയ്യാൻ. ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് വരും എയർപോർട്ട് പിക്കപ്പും ഡ്രോപ്പിങ്ങിനും സപ്പോർട്ട് ഈസ് അവൈലബിൾ.
ഇതൊക്കെ കണക്റ്റഡ് ആണ്. യു ആർ കണക്റ്റഡ് ടു ദ സിസ്റ്റം സർ. ഓക്കെ, എന്തായാലും ഏറ്റവും സൂക്ഷ്മമായും ഏറ്റവും സൂക്ഷിച്ചും ഏറ്റവും ബുദ്ധിപരമായും നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ AI മെഷീൻ അഥവാ ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ അപകടത്തിലെത്തും എന്നുള്ളതാണ് ഇന്നത്തെ മോറൽ ഓഫ് ദ സ്റ്റോറി. ദിസ് വീഡിയോ ഇസ് പവേർഡ് ബൈ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഞ്ചിനീയറിംഗ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എലഞ്ഞി, എറണാകുളം.